ഇത്തവണയും എത്തിയില്ല. യോഗത്തിൽ പങ്കെടുക്കാതെ ശശി തരൂർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിളിച്ച ലോക്സഭാ എംപിമാരുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് ശശി തരൂർ. സഭയിലെ പ്രവർത്തനം, പ്രതിപക്ഷം എടുക്കേണ്ട നിലപാടുകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് എംപിമാരുടെ യോഗം വിളിച്ചത്. പങ്കെടുക്കാനാകില്ലെന്ന് തരൂർ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഡൽഹിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നാണ് തരൂരിന്റെ വിശദീകരണം. പ്രഭ ഖൈതാൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനായി തരൂർ ഇന്നലെ കൊൽക്കത്തയിലെത്തിയിരുന്നു. അവിടെ നിന്നും സമയത്ത് ഡൽഹിയിലെത്താൻ കഴിയാത്തതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കാത്തത് എന്നാണ് തരൂരിന്റെ വിശദീകരണം. നവംബർ 30 നടന്ന കോൺഗ്രസ് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മീറ്റിംഗിലും തരൂർ പങ്കെടുത്തിരുന്നില്ല. അന്ന് താൻ വിമാനത്തിലായിരുന്നുവെന്നും കേരളത്തിലേക്ക് വരികയായിരുന്നു, അതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നാണ് തരൂർ നൽകിയ വിശദീകരണം. നേരത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ 12 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ യോഗം നടന്നപ്പോഴും തരൂർ വിട്ടുനിന്നിരുന്നു. ഡൽഹിയിൽ ഉണ്ടായിരുന്നിട്ടും യോഗത്തിൽ എത്താതിരുന്ന തരൂർ അന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി പോസ്റ്റുമിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം RSS അനുകൂല സംഘടനയായ HRDS പ്രഥമ സവർക്കർ പുരസ്കാരം ശശി തരൂരിന് പ്രഖ്യാപിച്ചിരുന്നു. സംഭവം വിവാദമായതിനു പിന്നാലെ അവാർഡിനെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും അത് സ്വീകരിക്കില്ലെന്നും വ്യക്തമാക്കി തരൂർ രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ പുരസ്കാരത്തെക്കുറിച്ച് അറിഞ്ഞില്ലെന്ന ശശി തരൂരിന്റെ വാദം കള്ളമാണെന്നും പുരസ്കാരം സംബന്ധിച്ച് തരൂരിനെ അറിയിച്ചതിന് തെളിവുണ്ടെന്നും വ്യക്തമാക്കി HRDS ഭാരവാഹികൾ രംഗത്തെത്തി. ഈ തെളിവുകൾ പുറത്തുവിടുമെന്നും HRDS ഭാരവാഹികൾ പറഞ്ഞിരുന്നു.